മുസ്ലിം ആയതുകൊണ്ട്, ദുൽഖർ മോദി സർക്കാരിന് അനുകൂലമല്ലാത്തതുകൊണ്ട് ദുൽഖറിനെ പിടിച്ചു. അവിടെ മോഹൻലാലിന് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ ദുൽഖറിന്റെ കാറു പിടിച്ചു എന്ന തരത്തിൽ പുരോഗമനവാദികൾ വലിയ ബഹളം വയ്ക്കുകയായിരുന്നു. അന്ന് കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇടത് ഇസ്ലാമിക അല്ലയോ സാജൻസ്കറിയ, എന്തുകൊണ്ടാണ് ഈ നിങ്ങളിപ്പോൾ പറഞ്ഞു ദുൽഖർ നരേന്ദ്രമോദിക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് വാഹനം പിടിച്ചു എന്ന് പലരും പറയുന്നു എന്ന്. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ വാഹനം പിടിച്ചതിനെ പറ്റി, അല്ല സുരേഷ് ഗോപി കാണിച്ച ക്രമക്കേടിനെ പറ്റി എന്തുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല? അയാൾ നരേന്ദ്രമോദിജിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ആ കേസ് മറിഞ്ഞു പോയിരിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ അറിയാതെ പറഞ്ഞൊരു കാര്യമാണ്. ദുൽഖറിനെ വെച്ചാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും അവിടെ അത് പ്രാവർത്തികമായിരിക്കുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. എങ്ങനെയാണ് ദുൽഖർ സൽമാൻ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തതുകൊണ്ട് ദുൽഖർ സൽമാനെ കുടുക്കി, അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാലിനെയും അതേപോലെ സുരേഷ് ഗോപിയൊക്കെ ഇവർ കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ പറയുന്ന മമ്മൂട്ടിക്കും ദുൽഖറിനും എതിരെ സംസാരിക്കുന്ന കുരയ്ക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക. സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നതും അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്.